ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പറയാൻ പോകുന്നത് എൻ്റെ ചെറുപ്പം മുതലുള്ള കാര്യങ്ങളാണ്. അത് കുറേശ്ശെയായിട്ട് ഈ പ്രായം വരെയുള്ള എല്ലാ കഥകളും ജീവിതാനുഭവങ്ങളും നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കാനായിട്ടാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. എല്ലാവരും കേൾക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ തുടങ്ങാം. ചെങ്ങന്നൂരിനടുത്ത് പാണ്ടനാട് എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിലാണ് പമ്പയാറിൻ്റെ തീരത്ത് ജനിച്ച് അച്ഛനും അമ്മയ്ക്കും 6 മക്കളിൽ 6ാമത്തെ മകളായിട്ട് ജനിച്ചു വന്ന ആളാണ് ഞാൻ. ചെറുപ്പം മുതലേ അന്നത്തെ കാലത്തുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വളരെയേറെ അനുഭവിച്ചിട്ടൊക്കെ തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. കറണ്ടും ഒന്നുമില്ലാത്ത ഒരു കാലമായിരുന്നു അന്ന്. നമ്മുടെ വീടിന് വെളിച്ചത്തിന് നമ്മൾ മണ്ണെണ്ണ വിളക്ക് കത്തിച്ച് വെച്ചിട്ടൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. 12 കിലോമീറ്റർ നടന്ന് ഒരു പുഴ കടന്ന് പമ്പയാർ കടന്ന് പോയിട്ടാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. വളരെയേറെ ബുദ്ധിമുട്ടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളിൽ കൂടി പഠിച്ചു വന്നു. 10ാം ക്ലാസ് എത്തിയപ്പോഴേക്കും അന്ന് ഈ അര മാർക്ക് കുറഞ്ഞാൽ തോൽക്കും എന്നുള്ള ഒരു അവസ്ഥയുള്ള ഒരു കാലമായിരുന്നു. അന്നൊക്കെ ജയിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാലമായിരുന്നു. പക്ഷേ എന്തോ എനിക്കാണെങ്കിൽ എൻ്റെ അമ്മ ചെറുപ്പം മുതൽ എൻ്റെ ചേച്ചിമാർ 3 പേരാണ്, 2 ആങ്ങളമാരും. അവർ ചേച്ചിമാരെയൊക്കെ കല്യാണം കഴിപ്പിച്ചൊക്കെ വിട്ടു. ഞാൻ ഏറ്റവും ഇളയല്ലേ. അപ്പം വിട്ട് കഴിഞ്ഞപ്പോൾ അമ്മ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അമ്മയ്ക്ക് ഇടി മിന്നലേറ്റിട്ട് അമ്മ വയ്യാണ്ടായി, അമ്മ കിടപ്പായി. പിന്നെ അമ്മയുടെ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് വേണമായിരുന്നു എനിക്ക് സ്കൂളിൽ പോകാനും. 4 മണിക്ക് വന്നു കഴിഞ്ഞാലും എനിക്ക് ജോലികൾ തന്നെയായിരുന്നു. ഞാൻ അരി അടുപ്പത്ത് ഇട്ടിട്ട് അടുപ്പിൻ്റെ കീഴിൽ ഇരുന്ന് ഇതാക്കുന്ന അടുപ്പാണ്. അതിൻ്റെ വെളിച്ചത്തിലാണ്, തീയുടെ വെളിച്ചത്തിലാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. പക്ഷേ എന്തോ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എൻ്റെ ക്ലാസ്സിൽ 32 കുട്ടികളായിരുന്നു അന്നുണ്ടായിരുന്നത്. ഫസ്റ്റിൽ 1ാമതായിട്ട് പാസ്സായി. മാർക്ക് ഒരുപാടൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം തെറ്റില്ലാത്ത ഒരു മാർക്ക് വാങ്ങിച്ചിട്ട് ഞാൻ മാത്രമാണ് അന്ന് പാസ്സായത്. അതും ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്. അന്ന് ഞങ്ങൾ 2-3 കൂട്ടുകാരികളുണ്ടായിരുന്നു. അവരെല്ലാവരും തന്നെ ഞങ്ങൾ ഒന്നിച്ചാണ് പോയിക്കൊണ്ടിരുന്നത്. ഒക്കെ എല്ലാം നല്ല നിലയിൽ ജീവിക്കുന്ന വ്യക്തികളാണ്. അതിൽ എൻ്റെ അച്ഛൻ കൂലിപ്പണി ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഇത് വേണം ഞങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ളൊരു ഘട്ടത്തിലാണ് ഞാൻ ജീവിച്ച് വളർന്നു വന്നത്. അപ്പോൾ എല്ലാവരും അന്ന് പറഞ്ഞിരുന്നു, താണനിലത്തെ നീരോടു അവിടെ ദൈവം തുണ നൽകൂ. ഞാൻ മാത്രം ജയിച്ചപ്പോൾ പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതിൽ കൂടി വളർന്നു വന്ന ഞാൻ ഇതിനിടയിലുള്ള കഥകൾ ഞാൻ അടുത്ത ദിവസങ്ങളിൽ പറയുന്നതാണ്. എല്ലാവരും കേൾക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. ബൈ.